കാസർകോട്ടെ തൃക്കരിപ്പൂർ മണ്ഡലം വിട്ടുകൊടുക്കില്ലെന്നും നാട്ടുകാരനായ ഒരു കിടിലൻ സ്ഥാനാർത്ഥി രംഗത്തിറക്കുമെന്നും കേരള കോൺഗ്രസ് ജോസഫ് വ്യക്തമാക്കിയിരുന്നു. പ്രമുഖ സംരംഭകനും നാട്ടുകാരനുമായ ഡെന്നി തോമസ് വട്ടക്കുന്നേലാണ് സ്ഥാനാർത്ഥി എന്നാണ് അറിയുന്നത്. അതായത് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധ നേടിയ ഒരു മണ്ഡലമാണ് കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ. ഈ മണ്ഡലം പണ്ട് നീലേശ്വരമായിരുന്നപ്പോൾ EMS നമ്പൂതിരിപ്പാട് മത്സരിച്ച് വിജയിച്ചതും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായതും. അതിനുശേഷം മാറി തൃക്കരിപ്പൂർ മണ്ഡലമായതിനു ശേഷമാണ് AK നായനാർ മണ്ഡലത്തിൽ മത്സരിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമൊക്കെയായത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വൈകാരിക കേന്ദ്രമായ കയ്യൂരും കരിവെള്ളൂരും തൃക്കരിപ്പൂർ മണ്ഡലത്തിലാണ്. എന്നാൽ 2011 മണ്ഡലം പുനർനിർണയത്തിന് ശേഷം കരിവെള്ളൂർ പയ്യന്നൂർ മണ്ഡലത്തിന്റെ ഭാഗമായെങ്കിലും കയ്യൂർ ഇപ്പോഴും തൃക്കരിപ്പൂരിലാണ്. ഇത്രയും പറഞ്ഞത് തൃക്കരിപ്പൂർ മണ്ഡലം എന്നും ഇടതുപക്ഷത്തോട് ചാഞ്ഞു നിന്നത് എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയായിരുന്നു. എന്നാൽ 2011 പുനർനിർണയത്തിന് ശേഷം ഇടതുപക്ഷത്തിന് ശക്തിയുള്ള പല പഞ്ചായത്തുകളും മറ്റു മണ്ഡലങ്ങളിലേക്ക് പോയപ്പോൾ തൃക്കരിപ്പൂരിൽ UDF ഒരു കൈ നോക്കാറുണ്ട്. കഴിഞ്ഞ തവണ ജോസഫിന് നൽകിയ മണ്ഡലത്തിൽ KM മാണിയുടെ മരുമകനായ MP ജോസഫ് IAS ആണ് മത്സരിച്ചത്. മണ്ഡലത്തിലെ പരിചയക്കുറവ് കൊണ്ടായിരിക്കാം 27,000-തോളം വോട്ടിന് ജോസഫ് തോറ്റു. എന്നാൽ ലോക്സഭയിൽ UDFിലെ രാജ്മോഹൻ ഉണ്ണിത്താൻ 10,300 വോട്ടിന്റെ ഭൂരിപക്ഷം നേടുകയും ചെയ്തു. അതോടെ ഒരു നാട്ടുകാരനായ സ്ഥാനാർത്ഥി വന്നാൽ വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ഡെന്നി തോമസിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഏകദേശം 70-ലധികം രാജ്യങ്ങൾ സന്ദർശിക്കുകയും അതുപോലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിന് അവസരം നൽകുകയും ചെയ്ത വ്യക്തിയാണ് ഡെന്നി തോമസ്. സാന്റാ മോണിക്ക എന്ന വിദേശ വിദ്യാഭ്യാസത്തിന്റെ കവാടം ഡെന്നി തോമസിന്റേതാണ്. യുവാക്കളെയും വിദ്യാർത്ഥികളെയും ഏറെ ആകർഷിക്കാൻ കഴിയുന്ന നാട്ടുകാരനായ ഒരു സംരംഭകനെ ഇറക്കി ജോസഫ് UDFിന് വേണ്ടി മണ്ഡലം പിടിച്ചെടുക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് നേതൃത്വത്തെ സമീപിച്ചിരിക്കുന്നത്. മാത്രമല്ല ഡെന്നി തോമസിന്റെ എളേരി പ്രദേശത്ത് വരുന്ന ഈസ്റ്റ് എളേരി, വെസ്റ്റ് എളേരി എന്നീ പഞ്ചായത്തുകൾ കുടിയേറ്റ കർഷകർക്ക് മുൻതൂക്കമുള്ളതാണ്. അവിടെ വോട്ട് ഏകീകരണത്തിനും ഡെന്നി തോമസിന്റെ സ്ഥാനാർത്ഥിത്വം ഗുണം ചെയ്യും. തീരദേശ മേഖലകളിലെ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളും പരമ്പരാഗത UDF വോട്ടുകളുമെല്ലാം ഏകീകരിക്കപ്പെടുന്നതോടെ UDF സ്ഥാനാർത്ഥിക്ക് വിജയപ്രതീക്ഷ കാണുകയാണ്. ജോസഫ് വിഭാഗം ഈഴവ വിഭാഗത്തിന് ഏറ്റവും വലിയ സ്വാധീനമുള്ള സംസ്ഥാനത്തെ ഒന്നാമത്തെ മണ്ഡലമായിരിക്കും തൃക്കരിപ്പൂർ. ഏതായാലും നാട്ടുകാരനായ ഒരാളെ സ്ഥാനാർത്ഥിയായി കിട്ടിയ സന്തോഷത്തിലാണ് ജോസഫ് ഗ്രൂപ്പ്. അങ്ങനെ പുതുമയുള്ള പുതുമുഖത്തെ പരീക്ഷിച്ച് തൃക്കരിപ്പൂർ പിടിക്കാനാണ് UDF തീരുമാനം.